അതിനെ കൃത്യമായൊരു ഡേറ്റ് പറയാൻ കഴിയില്ല. നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിൻ്റെ കാരണം, എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ്, പുതിയ എയർ കണ്ടീഷനുകൾ, പുതിയ സ്ഥാപനങ്ങൾ, പുതിയ വീടുകൾ, അതുപോലെ പുതിയ ഉപകരണങ്ങളെല്ലാം വന്നതുകൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഗണ്യമായ 1000 മെഗാവാട്ടിൻ്റെ വർധനവ് വന്നു. എന്നാൽ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റായിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ UDF-ൻ്റെ ഗവൺമെൻറ് ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകി. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ കരാറുണ്ടായിരുന്നു. ആ കരാറ് പിന്നീട് റദ്ദാക്കപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കാനുള്ള നിയമപരമായ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നത്തെ ഒരു കാര്യം, നമ്മളുടെ ഏപ്രിൽ-മാർച്ച് മാസങ്ങളിൽ നല്ല വേനലുണ്ടായ സമയത്ത് നമ്മൾ ജൂൺ പകുതിക്ക് ശേഷം മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ആ കടം വാങ്ങിയത് നമ്മളിപ്പോൾ തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ, ഈ കാരണങ്ങളെല്ലാം കൂട്ടിയാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് പരിഹരിക്കാൻ വേണ്ടി ദീർഘകാല കരാറിൻ്റെ ആസൂത്രണം നടപ്പിലാക്കുന്നു. അതുപോലെ ഹ്രസ്വകാല കരാർ കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതിക്കായിട്ടും വൈദ്യുതി ബോർഡ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ച് എത്രയും കുറഞ്ഞ പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് എത്രയും കുറഞ്ഞ പ്രശ്നങ്ങളോടെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയും ഞാൻ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. അതൊന്നുകൂടി മാധ്യമങ്ങൾ വഴി ആവർത്തിക്കുകയാണ്. രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. അത്യാവശ്യങ്ങൾക്കെല്ലാം വൈദ്യുതി വേണം, എന്നാൽ അനാവശ്യമായ നമ്മളുടെ അലങ്കാര ലൈറ്റുകൾ ഒഴിവാക്കുക. ഇന്നലെ ഒരു കേന്ദ്ര സംഘം തലസ്ഥാനത്ത് വന്നിരുന്നു. അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ്. പക്ഷേ അവർ സംസാരമധ്യേ പറഞ്ഞൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കെല്ലാം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളും നേരിടുന്നതാണ്. അത് പരിഹരിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എയർ കണ്ടീഷൻ ഇടുമ്പോൾ അത് 27 ഡിഗ്രി സെൽഷ്യസിൽ താഴരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു 25 ഡിഗ്രി ആയിട്ടെങ്കിലും നമ്മുടെ AC ഫിറ്റ് ചെയ്യണം. 2 ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രി കാലങ്ങളിൽ ഉപയോഗം കുറയ്ക്കണം. എന്നോട് മുൻ വൈദ്യുതി മന്ത്രി നമ്മുടെ AK ബാലൻ തന്നെ ഒരു ട്രെയിൻ യാത്രയിൽ എന്നോട് നേരിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തണം. രാത്രി കാലങ്ങളിലെ ഉപയോഗം, അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ AK ബാലൻ എന്നോട് ഉപദേശിച്ച് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രശ്നം ഉണ്ടായിരുന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലല്ലേ ഞാൻ നിയമസഭയിൽ കൃത്യമായി റൂൾ 300 അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് ഏപ്രിൽ മാസത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് LDF-ൻ്റെ സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ദിവസങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ അവസാനത്തിൽ ആ ഗവൺമെൻറ് നിർബന്ധിതമായിരുന്നു. അതുപോലെ ഞങ്ങൾ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് മെയ് മാസം 10-11 തീയതികളിൽ കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. ഞാൻ സഭയിൽ രേഖാമൂലം പറഞ്ഞതാണ്, സഭയുടെ റെക്കോർഡിലുള്ളതാണ്. അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകൾ കേട്ടതാണ്. അവരാരും അതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിൻ്റെ ആദ്യ പകുതിയിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യമാണ്. ഇത് ആരും പുതുതായിട്ടുണ്ടാക്കിയതല്ല. ആര്യാടൻ ഉണ്ടാക്കിയ എഗ്രിമെൻറ്റ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാകുമായിരുന്നില്ല. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതാണ് എൻ്റെ മറുപടി. അത് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രയാസം വരുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരേണ്ടി വരും. അതൊരു പ്രധാനപ്പെട്ട ആരും നീട്ടിക്കൊടുത്തിട്ടില്ല.
പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കേരളത്തിൽ സോളാർ പവറുണ്ട്, പക്ഷേ അത് രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ, അത് പ്രിസർവ് ചെയ്യാൻ നമുക്ക് ബാറ്ററി സ്റ്റോറേജ് സംവിധാനമില്ല. പകൽ സമയത്താണ്. പകൽ സമയത്ത് നമുക്കൊരു യൂണിറ്റ് വൈദ്യുതിക്ക് 1 പൈസയ്ക്ക് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കണം, 1 പൈസയാണ് ഒരു യൂണിറ്റിനെങ്കിൽ രാത്രി 10 രൂപ കൊടുത്താൽ അത് കിട്ടില്ല. പകൽ സമയത്ത് 1 പൈസയ്ക്ക് കിട്ടുന്ന 1 യൂണിറ്റ് വൈദ്യുതി രാത്രി 10 രൂപ കൊടുത്താൽ കിട്ടില്ല. അപ്പം നമ്മൾ സോളാർ എനർജി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു, പക്ഷേ അത് പ്രിസർവ് ചെയ്യാൻ സംവിധാനങ്ങളില്ല. ഞാൻ എല്ലാ ജില്ലകളിലും ഒരു വട്ടം യാത്ര ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്ത് ചെന്നപ്പോൾ അവരെ ഒരു മോഡൽ പരീക്ഷണം എറണാകുളത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അത് വേറൊരു കമ്പനി അവിടെ കൊടുത്തയച്ചതാണ്. ആ മോഡൽ വിജയകരമാണെന്ന് മനസ്സിലാക്കുന്നു. ബാറ്ററി സ്റ്റോറേജ് പദ്ധതി വേഗത്തിലാക്കാൻ കാസർഗോഡ് മയിലാട്ടിയിൽ സമയബന്ധിതമായി തീർക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ മയിലാട്ടിയും ശ്രീകണ്ഠപുരവും 20-ാം തീയതി അടുത്ത തിങ്കളാഴ്ച സന്ദർശിച്ച് അതിൻ്റെ പ്രവർത്തന പുരോഗതി വിലയിരുത്തും. സമയബന്ധിതമായിട്ട് തീർക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. എറണാകുളം ജില്ലയിലാണ്. ബസ് ഏർപ്പെടുത്തി എറണാകുളം ജില്ലയിലാണ്. അത് ആരെയാ ഉപരോധിക്കേണ്ടതെന്ന് പരിശോധിക്കണം. അന്നത്തെ കരാറുണ്ടാക്കിയിരുന്നെങ്കിൽ, ആര്യാടൻ മുഹമ്മദ് ഏർപ്പെടുത്തിയ കരാറുണ്ടായിരുന്നെങ്കിൽ ഇത് വരില്ലായിരുന്നു. കഴിഞ്ഞാലേ